ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്കി കഥ കേട്ടു തുടങ്ങാം. മുന്നിൽ വന്ന് നാളെ കണ്ടതും ശ്രീ ആദ്യയുടെ മോളെ നോക്കി, പിന്നെ അയാളെയും. മുസാഫർ മുന്നോട്ട് വന്ന് ശ്രീക്ക് കൈ കൊടുത്തു. ശ്രീ ആദ്യയുടെ നെഞ്ചു തടവി. മോൾ മുസാഫറിൻ്റെ അടുത്ത് അനങ്ങാതിരിക്കുന്നത് കണ്ടതും അതിനേക്കാൾ ആദ്യ കയറി. ശ്രീ മുന്നോട്ട് ചെന്ന് മോൾക്ക് നേരെ കൈനീട്ടി. മുസാഫർ ഒന്ന് ശ്രീയെ ഇരുത്തി നോക്കി. എന്നിട്ട് മോളെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, മോളെയും കൊണ്ട് മുന്നോട്ട് നടന്ന് എന്തൊക്കെയോ മോൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടുകയാണ്. ശ്രീ പിറകെ തന്നെയുണ്ട്. എപ്പോഴോ കൃഷ്ണയുടെ കണ്ണുകൾ ശ്രീയെയും മോളെയും തേടിയെത്തി. അപ്പോൾ കണ്ടു അപരിചിതനായ ഒരു വ്യക്തിയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നു. അതാരാണെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായില്ല. അവൾ ഓടി അരികിലെത്തി. ആൾ തിരിഞ്ഞ് അവളെ നോക്കിയതും കൃഷ്ണ ഞെട്ടിപ്പോയി. ഭഗവാനെ, ഇക്ക, എൻ്റെ മോൾ! അവൾ ആദ്യയുടെ ശ്രീയെ നോക്കി. മുസാഫർ മനോഹരമായിട്ട് കൃഷ്ണയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവൻ്റെ ചുണ്ടുകൾ കുഞ്ഞുവാവയുടെ കവളിൽ അമർന്നു. മുസാഫർ മനസ്സിൽ ഉറപ്പിച്ച് പതുക്കെ പറഞ്ഞു, ഉപ്പാൻ്റെ പുന്നാര മോൾക്ക് 1000 ചക്കരയുമ്മ. കൃഷ്ണൻ എരിപൊരി സഞ്ചാരം നടത്തുകയാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും മോളെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ മതിയെന്ന് മാത്രം. അവൾ മകൾക്ക് വേണ്ടി കൈ നീട്ടി. മുസാഫർ അവളെ ഒന്ന് നോക്കി. പിന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മുസാഫർ അവളെ അങ്ങ് ചേർത്ത് പിടിച്ചു. കൃഷ്ണൻ ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് അയാളിൽ നിന്നും അകന്നു മാറി. അവൾ ഭീതിയോടെ ശ്രീയെ നോക്കി. ശ്രീയും അങ്ങനെ ഒരു നീക്കം മുസാഫറിൽ നിന്ന് പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. അവൻ്റെ മുഖം ഇരുണ്ട് വല്ലാതെയായി. കൃഷ്ണ മോളെ മുസാഫറിൽ നിന്ന് വാങ്ങി ചേർത്ത് പിടിച്ചു. പിന്നെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് മുസാഫറിൻ്റെ നേർക്ക് കൈകൂപ്പി. ദയവായി ഉപദ്രവിക്കരുത്. മുസാഫർ അങ്ങനെയൊന്നും ഒരിക്കലും കൃഷ്ണയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അതാവും പെട്ടെന്ന് മുസാഫറിൻ്റെ മുഖഭാവം മാറി. വല്ലാത്ത ആകുലത അവൻ്റെ മുഖത്ത് പ്രകടമായി. ഇതെൻ്റെ മകളാണ്, എനിക്ക് വേണം എൻ്റെ മകളെ. മുസാഫർ എന്തെങ്കിലും പറയാൻ നാവ് ഉയർത്തും മുമ്പേ ശ്രീ കൃഷ്ണയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിന്നെ പാഞ്ഞൊരു പോക്കായിരുന്നു. മുസാഫറിൽ നിന്നും തൻ്റെ കുഞ്ഞിനെയും എത്രയും ദൂരേക്ക് കൊണ്ടുപോകാമോ അത്രയും ദൂരേക്ക് തൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകണം. അത് മാത്രമാണ് ഇപ്പോൾ ശ്രീയുടെ മനസ്സിലുള്ളത്. മുസാഫർ ഒരു നിമിഷം ആ പോക്ക് നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞ് കൃഷ്ണയെ നോക്കുകയാണ്. എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് മട്ടിൽ കൃഷ്ണ വിങ്ങലോടെ കൈകൂപ്പി. ഞങ്ങളെ വെറുതെ വിടണം. ആ നിമിഷം മുസാഫറിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ആ ഒറ്റ നിമിഷം കൃഷ്ണയും പാഞ്ഞകന്നു കഴിഞ്ഞു. മുസാഫർ അവളെ തേടി പുറത്തേക്ക് ചെന്നപ്പോഴേക്കും രണ്ടുപേരെയും കാണാൻ കഴിഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്ന് മുസാഫറിന് മനസ്സിലാക്കും മുമ്പേ രണ്ടുപേരും അവനിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് അകന്നു കഴിഞ്ഞു. അവൻ ഫോണിലേക്ക് നോക്കി. വിളിച്ചത് ജസീനയായിരുന്നു. ഈ 8 മാസം കൊണ്ട് അവിടുത്തെ ജീവിതത്തിൽ എപ്പോഴോ ജസീന മുസാഫറിൻ്റെ ജീവിതത്തിൽ നല്ലൊരു കേൾവിക്കാരിയും സാന്ത്വനവുമായി മാറിക്കഴിഞ്ഞിരുന്നു. അവളോട് പറഞ്ഞിട്ടാണ് വന്നത്, മോളെ കാണാൻ പോവുകയാണെന്ന്. അവളോട് കൃഷ്ണയെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ എല്ലാ ദുരന്തങ്ങളും അവളോട് പറഞ്ഞു കഴിഞ്ഞു. അവൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുസാഫറിനെ പറ്റി അറിയാം. എൻജിനീയറിംഗ് കഴിഞ്ഞ ഉടനെ ജസീനയുടെ വിവാഹം കഴിഞ്ഞു. 3 വർഷത്തെ ദാമ്പത്യം. വീട്ടുകാർക്ക് ഇഷ്ടമായി. അവരുടെ ഇഷ്ടപ്രകാരം നടന്ന വിവാഹം. അതിന് വെറും 3 വർഷത്തെ ആയുസ് മാത്രം. പൊരുത്തക്കേടുകൾ തുടങ്ങിയപ്പോൾ തന്നെ വീട്ടുകാരെ അറിയിച്ചപ്പോൾ കിട്ടിയ മറുപടി, ആണുങ്ങളായ ഇങ്ങനെയൊക്കെയാണ്. അയാൾ നല്ല ഒന്നാം തരം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിരുന്നു. അതിനൊപ്പം അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് പലതവണ അവൾ വീട്ടുകാരോട് പറഞ്ഞിട്ടും അവളത് കേൾക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അയാളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായതും അയാളുടെ ഫ്ലാറ്റിൽ നിന്ന് കൂട്ടുകാരിയുടെ സഹായത്തോടെ മറ്റൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ജസീന മാറി. ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ എങ്ങനെ ജീവിച്ചാൽ ആരറിയാനാണ്? അതായിരുന്നു അയാളുടെ തിയറി. താൻ അയാളുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതും പിന്നെ ജസീനെ പറ്റി അപവാദം പറഞ്ഞു വരുത്തുക മാത്രമായി അയാളുടെ ഏക ലക്ഷ്യം. അയാൾ ചെയ്ത കുറ്റങ്ങൾ മുഴുവൻ ജസീനെ ചെയ്തതാക്കി അയാൾ മൊഴി ചൊല്ലി. അവളെ അങ്ങനെ ആരോപിച്ച് അയാൾ ജസീനയെ മൊഴി ചൊല്ലി. അതോടെ അവൾ സ്വതന്ത്രയായി. പക്ഷേ പിഴയായ മകളെ വീട്ടിൽ കയറ്റാൻ ഉപ്പയും ഉമ്മയും തയ്യാറായില്ല. ജസീന തനിച്ചായി. അവളെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. പിന്നെ എന്തുകൊണ്ടോ ബാംഗ്ലൂർ നിൽക്കാൻ തോന്നിയില്ല. അങ്ങനെയാണ് ചെന്നൈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതും ഭാഗ്യത്തിന് ജോലി കിട്ടുകയും ചെയ്തു. ആദ്യമൊന്നും ജസീനയോട് മിണ്ടാൻ പോലും
മുസാഫിറൊന്നും കൂട്ടാക്കിയില്ല. പിന്നെ പതുക്കെ പതുക്കെ രണ്ടുപേരും കൂട്ടായി. മുസാഫിറിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ജസീനയ്ക്കും, ജസീനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മുസാഫിറിനും അറിയാം. അതാണ് മോളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് പിന്നാലെ വച്ചു പിടിച്ചു. എന്നിട്ട് ജസീനയ്ക്ക് മെസ്സേജ് അയച്ചത് ഞാൻ എൻ്റെ മോളെയും കൃഷ്ണയും കണ്ടെന്ന്. ആ മെസ്സേജ് വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തായി എന്നറിയാഞ്ഞിട്ട് ആ കാര്യമറിയാൻ വേണ്ടിയിട്ടാണ് ജസീനെ വിളിച്ചത്. മുസാഫിർ സങ്കടത്തോടെ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. കൃഷ്ണ ഒരുപാട് മാറിപ്പോയി. അവൾക്ക് എന്നെ വേണ്ട, എൻ്റെ കുട്ടിയെ വേണം. സമ്മതിക്കില്ല ഞാൻ ഇനിയും അവരെ തേടി ചെല്ലും. എൻ്റെ കുട്ടിയും കൊണ്ടേ ഞാൻ വരുള്ളൂ. ഒരു ഉറച്ച തീരുമാനം പോലെ മുസാഫിർ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ജസീന മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ പറയാൻ പോകുന്ന മറുപടി എന്തായാലും അത് കേൾക്കാൻ മുസാഫിറിനൊട്ട് താല്പര്യവുമില്ലായിരുന്നു. മുസാഫിർ ഫോൺ വെച്ചിട്ട് പുറത്ത് വന്ന് വണ്ടിയെടുത്തു. കടയിൽ നിന്ന് വാങ്ങിയ സാധനമൊന്നും അവർ കൊണ്ടുപോയിരുന്നില്ല. കൃഷ്ണ സാധനം എടുത്തിട്ട് ട്രോളിയും സാധനങ്ങളും അനാഥമായി അവിടെ അങ്ങനെ കിടന്നു. വീടിന് മുൻപിൽ വണ്ടി കൊണ്ട് നിർത്തി മോളെ ചേർത്ത് പിടിച്ചിറങ്ങുമ്പോൾ ശ്രീയുടെ മുഖം വല്ലാതെ കല്ലിച്ചിരുന്നു. ഇതുവരെ മോളെ കൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. കൃഷ്ണ ആദ്യയോടെ ശ്രീയെ ഒന്ന് നോക്കി. വീട്ടിൽ കടന്നും ശ്രീ ഫോണെടുത്ത് കൃഷ്ണയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ വിളിക്കണം, എന്നിട്ട് അയാളോട് പറയണം ഇതെൻ്റെ മകളാണെന്ന്, മേലാൽ അവകാശം പറഞ്ഞ് തേടി വരരുതെന്ന്. കൃഷ്ണ ദയനീയമായിട്ടൊന്ന് ശ്രീയെ നോക്കി. എന്നിട്ട് ഫോൺ കയ്യിൽ വാങ്ങി. താൻ പറയാൻ പോകുന്ന സത്യമറിയുമ്പോൾ മുസാഫിർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിയോടെ അവൾ മുസാഫിറിനെ വിളിച്ചു. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അടുത്ത ഒരു എപ്പിസോഡ് കൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.